ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ ഗോഡ് മിൽക്ക് സോപ്പ് ബേസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ കാണാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസുകൾ ഏതാണെന്നും അതിൻ്റെ അളവുകൾ എന്താണെന്നും അത് എന്തിനു വേണ്ടിയാണ് ചേർക്കുന്നത് എന്നും മനസ്സിലാകാതെ വരും. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടാണ് ഇത് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ബേസിന് വേണ്ടിയിട്ടുള്ള പഞ്ചസാര ലായനി തയ്യാറാക്കുകയാണ്. ഷുഗർ നന്നായിട്ട് DM വാട്ടറിൽ മെൽറ്റ് ആകണം. അടുത്ത സ്റ്റെപ്പ് എന്നത് നമ്മൾ ഇൻഗ്രീഡിയൻസുകളൊക്കെ അളന്ന് വെച്ച വലിയ പാത്രം ഞാൻ അടുപ്പിൽ വെക്കുകയാണ്. ഇനി ഇതിലുള്ള ഓയിൽസും മറ്റു ഇൻഗ്രീഡിയൻസും നന്നായിട്ട് മിക്സായി മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓയിൽസ് നന്നായിട്ട് മെൽറ്റ് ആയതിനു ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഓയിൽസിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്നത് ലൈ സൊല്യൂഷനാണ്. ലൈ സൊല്യൂഷൻ ഓയിൽസിലേക്ക് മിക്സ് ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഓയിൽസും ലൈ സൊല്യൂഷനും ഒരേ ഹീറ്റിലിരിക്കുമ്പോഴാണ് മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. 70, 80, 90 ഡിഗ്രി ഹീറ്റിലിരിക്കുമ്പോഴാണ് ഓയിൽസും ലൈ സൊല്യൂഷനും മിക്സ് ചെയ്ത് കൊടുക്കേണ്ടത്. മാക്സിമം ഓയിൽസും ലൈ സൊല്യൂഷനും 90 ഡിഗ്രി ഹീറ്റിലിരിക്കുമ്പോൾ തന്നെ മിക്സാക്കി എടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ലൈ സൊല്യൂഷൻ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ റിയാക്ഷൻ എന്ന തോതിൽ പത വന്ന് തുടങ്ങും. ഈ പത നന്നായിട്ട് ക്ലിയർ ആയതിനു ശേഷം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലൈ ഓയിൽസിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. അല്ലെങ്കിൽ അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് സെറ്റായി തുടങ്ങും. സോ നമ്മൾ നന്നായിട്ട് ലൈ സൊല്യൂഷനും ഓയിൽസും മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കേണ്ടതാണ്. ഓയിൽസും ലൈ സൊല്യൂഷനും നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം അതിലേക്ക് CABPയും ഷുഗർ സൊല്യൂഷനും കൂടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ട്രിയത്തനോളമൈൻ TEA ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ രണ്ടും ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ ഗോഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗോഡ് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ടൈറ്റാനിയം ഡയോക്സൈഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവ ഇനി നന്നായിട്ട് മിക്സാക്കി ഫിൽട്ടർ ചെയ്തിട്ട് വേണം നമുക്ക് ബേസിൻ്റെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുവാൻ. ആദ്യത്തെ ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് വീഡിയോ കണ്ടവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ക്ലിയർ ആയിട്ടുണ്ടാവും. അതായത് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ അളവ് കുറച്ചും, എന്നാൽ ഈ വീഡിയോയിൽ ടൈറ്റാനിയം ഡയോക്സൈഡ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ ബേസിലേക്ക് ഉപയോഗിച്ചിട്ടുമുണ്ട്. നമ്മുടെ ബേസിന് വന്ന ടെക്സ്ചർ, ആദ്യത്തെ ബേസിൻ്റെ ഒരു കളർ എന്താണെന്നും ഈ ബേസിൻ്റെ കളർ എന്താണെന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. അതായത് നമ്മൾ ടൈറ്റാനിയം ഡയോക്സൈഡാണ് ഗോഡ് മിൽക്കിന്, ഗോഡ് മിൽക്കല്ല ഒരിക്കലും കളറ് കൊടുക്കുന്നത്. ടൈറ്റാനിയം ഡയോക്സൈഡാണ് ബേസിന് കളറ് കൊടുക്കുന്നത്. സോ നിങ്ങൾ എപ്പോഴും ഗോഡ് മിൽക്ക് സോപ്പ് ബേസ് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വൈറ്റ് കളറായിട്ടുള്ളത് തിരഞ്ഞെടുക്കാതിരിക്കുക. കാരണം അതിൽ ചിലപ്പോൾ ഒട്ടും തന്നെ ഗോഡ് മിൽക്ക് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ടാവില്ല. ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. കൂടുതലും ടൈറ്റാനിയം ഡയോക്സൈഡ് വരുമ്പോൾ എത്രമാത്രം അതിൻ്റെ അളവ് കൂടുന്നുവോ അത്രമാത്രം നമ്മുടെ സോപ്പ് ബേസ് വൈറ്റ് കളറായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇവിടെ ഞാൻ ഗോഡ് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുണ്ട്, എന്നാൽ അതിനോടൊപ്പം തന്നെ ടൈറ്റാനിയം ഡയോക്സൈഡും ഉപയോഗിച്ചിട്ടുണ്ട്. സോ നമുക്കൊരു ക്രീം കളറായിട്ട് അല്ലെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നാൽ നല്ല വൈറ്റ് കളറായിരിക്കുന്നതിൽ ഗോഡ് മിൽക്കിൻ്റെ അളവ് വളരെ കുറവും ടൈറ്റാനിയം ഡയോക്സൈഡിൻ്റെ അളവ് കൂടുതലുമായിരിക്കും. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഗോഡ് മിൽക്ക് ബേസ് പർച്ചേസ് ചെയ്യുവാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു ഓഫ് വൈറ്റ് കളറായിട്ടുള്ളത് തന്നെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാകുന്നതിന് വേണ്ടിയിട്ടാണ് ഒരേ അളവിലുള്ള 2 രീതിയിൽ ബേസ് മേക്കിംഗ് വീഡിയോ ആയിട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ബേസ് നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആദ്യത്തെ ബേസും ഇപ്പോഴത്തെ ബേസും തമ്മിൽ നല്ല രീതിയിലുള്ള കളർ ചേഞ്ച് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നല്ല വൈറ്റ് കളർ ആയിട്ടുള്ള ഗോഡ് മിൽക്ക് സോപ്പ് ബേസുകളാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ടൈറ്റാനിയം ഡയോക്സൈഡ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
ഗോഡ് മിൽക്കിൻ്റെ അളവ് വളരെ കുറവുമായിരിക്കും. സോ നിങ്ങൾ ഈ ഒരു കാര്യം എന്തായാലും ശ്രദ്ധിക്കും എന്ന വിശ്വാസത്തോടെ ഇതിനേക്കാൾ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. താങ്ക് യു.